ദൈവരാജ്യം യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണത്തിലെ സുവിശേഷത്തിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് നിൽക്കുന്ന സന്ദേശമാണ്. ക്രിസ്തുവിൻ്റെ ആഹ്വാനം, ക്രിസ്തുവിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ്റെ ആഹ്വാനമെല്ലാം ദൈവരാജ്യത്തിലേക്കുള്ള ആഹ്വാനമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ദൈവരാജ്യം യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന ഒന്നായിട്ടാണ് പിതാക്കന്മാരുടെ ഭൂരിപക്ഷ എഴുത്തുകളിലും കാണുന്നത്. കാലത്തിൻ്റെ അവസാനത്തിൽ യുഗാന്ത്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന നാം നോക്കിപ്പാർക്കുന്ന ദൈവരാജ്യം. നമ്മുടെ ആരാധനയിൽ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യമെന്നും പറുദീസ എന്നും വിവിധ തരങ്ങളിൽ ദൈവരാജ്യത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനായി നോക്കിപ്പാർക്കുന്നുവെന്ന പിതാക്കന്മാർ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കുന്നത് ദൈവരാജ്യം ഭാവിയിൽ സംഭവിക്കുന്ന പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നാണ്. ദൈവരാജ്യത്തിൻ്റെ ഈ ഭാവി യുഗാന്ത്യപരമായ ആശയങ്ങളാണ് നമ്മുടെ ആരാധനയിൽ അധികവും ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി നോക്കിപ്പാർക്കുന്നതിന്, ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നതിന് ഒത്തിരി ആഹ്വാനങ്ങൾ നമ്മുടെ ആരാധനയിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നതിന് നമ്മളുടെ ആരാധനയിൽ നൽകുന്ന സന്ദേശങ്ങൾ. നമ്മുടെ ആരാധനകൾ എല്ലാം വചനപ്രഘോഷണങ്ങളാണല്ലോ. ആരാധന മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. ആരാധന മനുഷ്യനെ സുവിശേഷത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അനുതാപം എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും. നമ്മുടെ യാമപ്രാർത്ഥനകളിൽ ഒരു പ്രത്യേകതയാണ് അനുതാപം ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. വാത്സല്യമുള്ളവരെ, അനുതാപം സംഭവിക്കുന്നത് വർഷത്തിൽ ഒരിക്കലും ഒരു കൺവെൻഷൻ പന്തലിൽ വെച്ചായിരിക്കില്ല, അല്ലെങ്കിൽ ഏതൊരു വലിയൊരു വൈകാരികമായ ഒച്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലല്ല. സുറിയാനി സഭയിൽ അനുതാപം സംഭവിക്കുന്ന ഓരോ യാമപ്രാർത്ഥനയിലൂടെയാണ്. ഓരോ യാമപ്രാർത്ഥനകളെയും പാപിയെ അനുതാപത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഒരു കൺവെൻഷൻ പന്തലിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല അനുതാപം. അനുതാപിക്കുന്നതിന് ഒത്തിരി ആഹ്വാനങ്ങൾ നമ്മുടെ യാമപ്രാർത്ഥനകളിലുണ്ട്. അനുതാപം 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 എന്ന ഹെഡിങ് എഴുതിയ ഒത്തിരി യാമപ്രാർത്ഥനകൾ. വാത്സല്യമുള്ളവരെ, നമ്മുടെ ആരാധനകളിലും യാമപ്രാർത്ഥനകളിലും സംബന്ധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് അനുതാപമാണ്. ഇത് നമ്മുടെ ഒരു മെത്തഡോളജിയാണ്. നമ്മൾ ഒരു പാപിയെ മാനസാന്തരത്തേക്ക് വിളിക്കുന്ന പ്രസംഗത്തിലൂടെ മാത്രമല്ല, ഒരു പാപിയെ മാനസാന്തരത്തിൽ ആഹ്വാനം ചെയ്യുന്നത് ഉച്ചഭാഷയിലൂടെ മാത്രമല്ല. സുറിയാനി സഭയിൽ ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ്. പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കെല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തെ തരണമേ. നിനക്കിഷ്ടമില്ലാത്ത വിചാരങ്ങളും ദുശ്ചിന്തകളും ഞങ്ങൾ നീക്കിക്കളയണമേ. കള്ളിന് തുറന്നു കൊടുത്ത പ്രകാരം കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ചുങ്കക്കാരനായ സഖായിടന്ന പോലെയും നിന്നെ ഉപേക്ഷിച്ച മയോനെ പോലെയും ഞങ്ങളെ സ്വീകരിക്കണമേ. ഇതാണ് അനുതാപം. നവീനമായ പല ആശയഗതികളിലും പെട്ടിട്ട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ കണ്ടേക്കാം. എന്നാൽ ഇതൊരു നിധിയാണ്, നിനക്കുള്ള ആഹ്വാനമാണ്. നീ അനുദപിക്കുന്നതിന് വേണ്ടി നിന്നെ ആഹ്വാനം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യം എങ്ങനെ അന്വേഷിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഈ സമയത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവരാജ്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി വർണ്ണിച്ച ഗീതം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനേ, നിൻ നാമത്തെ ഏറ്റൊരു ഞങ്ങളെ ഏൽക്കണമേ. ഈ ഗീതം നമുക്ക് നൽകുന്ന ആഹ്വാനം ദൈവരാജ്യത്തിലേക്കുള്ള ആഹ്വാനമാണ്. ദൈവരാജ്യം എങ്ങനെ അന്വേഷിക്കണം,
ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, ആരാണത് അന്വേഷിക്കുന്നവർ, അവരെന്താണ് ചെയ്യേണ്ടത്? അവിടെ പറയുന്നു, നിന്നെ ഏറ്റുപറഞ്ഞവരെ നിന്റെ രാജ്യം വരുമ്പോൾ അവരെ നീ സ്വീകരിക്കണമേ. വാത്സല്യമുള്ളവരെ, ഈ പന്തലിൽ ഈ പ്രസംഗം കേൾക്കുന്ന അനുഗ്രഹീത ദൈവ സമൂഹമേ, ഇന്ന് നീ ദൈവരാജ്യത്തിന് വേണ്ടി അന്വേഷിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം, സഭ ഈ ആരാധനയിലൂടെ നീ പള്ളിയിൽ വരുമ്പോൾ, പ്രഭാത പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ആഹ്വാനം ചെയ്യുന്നു, നീ ദൈവത്തെ ഏറ്റുപറയുക. ദൈവത്തെ ഏറ്റുപറഞ്ഞവർക്കാണ് ദൈവരാജ്യം. ആ പാട്ട് തന്നെ പിന്നീട് കുറേയും കൂടി വിശദീകരിക്കുന്നുണ്ട്. നിന്നെ ഏറ്റുപറഞ്ഞവരെ താത സമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ. തുടർന്നും അത് സംബന്ധിച്ച് പിതാക്കന്മാർ പാടുന്നുണ്ട്. ആ പാട്ട് സുറിയാനിയിൽ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അതിൻ്റെ പൂർണ്ണമായ തർജ്ജമ മലയാളത്തിലേക്ക് വന്നിട്ടില്ല. ഔദോ കദ്ഹായിൻ വാവ്, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ ഏറ്റുപറഞ്ഞവരെ എന്നാണ് അതിൻ്റെ ചെറിയ തർജ്ജമ. ഔദോ കദ്ഹായിൻ വാവ്, ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആയുസ് തന്നപ്പോൾ, മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് ആയുസ് തന്നപ്പോൾ നിന്നെ ഏറ്റുപറഞ്ഞവരെ തത് സമീപം ഏൽക്കണമേ എന്നാണ് അതിന് ശരിയായ തർജ്ജമ. വാത്സല്യമുള്ളവരെ, ഈ ലോകത്ത് നമുക്ക് ദൈവം നൽകുന്ന ആയുസ്, ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകുന്നതായ ആ ദിവസങ്ങൾ, അത് നമുക്ക് ദൈവത്തെ ഏറ്റുപറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ദൈവത്തെ ഏറ്റുപറയുന്നത് സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന എവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നിന്നെ ഏറ്റുപറഞ്ഞവരെ ദാദാ, നിന്റെ മഹിമയുടെ രാജ്യത്തിൽ നിന്നെ ഏറ്റുപറഞ്ഞവരെ ഏൽക്കണമേ എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവപിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. വാത്സല്യമുള്ളവരെ, 40, 60, 80, 70, 90 അനേകം വർഷങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ദൈവത്തെ ഏറ്റുപറയാതെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ തത് സമീപം അവൻ നമ്മെ ഏറ്റുപറയാൻ സാധ്യതയില്ല. ഔദോ കദ്ഹായിൻ വാവ്, നീ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റുപറയുക. നീ ജീവനോടിരിക്കുമ്പോൾ, നിനക്ക് ആയുസ്സുള്ളപ്പോൾ നീ ഏറ്റുപറഞ്ഞാൽ മാത്രമേ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഈ വാക്യം വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. അവൻ നിന്നെ ഏറ്റുപറഞ്ഞവരെ അവൻ ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിന്നെ ഏറ്റുപറഞ്ഞവരെ പിതാവിൻ്റെ മുമ്പാകെ ഏറ്റുപറയുമ്പോൾ എന്ന് പറയുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവ ദൂതന്മാരുടെ മുമ്പാകെ നിന്നെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. എത്ര ശ്രേഷ്ഠമായ വരം! ഈ വേദപുസ്തക ആശയമാണ് പിതാക്കന്മാർ പാടിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഏറ്റുപറയുവാനായി ദൈവരാജ്യം അന്വേഷിക്കുന്ന ആളുകൾ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവരാജ്യത്തെ ഏറ്റുപറയുക. ദൈവരാജ്യത്തെ ഏറ്റുപറയുക എന്നതിന് സുറിയാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഔദി എന്ന വാക്കാണ്. ഒത്തിരി വിശാലമായ അർത്ഥമുണ്ട്. ഔദി എന്ന് പറഞ്ഞാൽ ഔദോ ഏറ്റുപറയുക, ഔദി ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് 3-4 അർത്ഥമുണ്ട്. 1 പ്രൊക്ലെയിം, 2 പ്രൊഫസ്, 3 അക്നോൾജ്, 4 അഡ്മിറ്റ്. ഏറ്റുപറയുക എന്നുള്ള ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. ഒത്തിരി ഈസി അല്ല. അത് പാടുമ്പോൾ വളരെ ഈസിയാണ്. നിന്നെ ഏറ്റുപറഞ്ഞവരെ ഏറ്റുപറയുന്നത് വളരെ ഈസിയാണ്. പക്ഷെ അത് വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ ഏറ്റുപറയണം എന്ന ആ വാക്യം ആഴത്തിൽ ആ സുറിയാനി ഭാഷയിൽ അത് മനസ്സിലാക്കുമ്പോൾ 1 പ്രൊക്ലെയിം, നിന്റെ വചനം പ്രസംഗിക്കണം. 2 പ്രൊഫസ്, നീ അത് പഠിപ്പിക്കണം. 3 അക്നോൾജ്, അത് സ്വീകരിക്കണം. 4 അഡ്മിറ്റ്, അതിനനുസരിച്ച് ജീവിക്കണം. ഇത്രയും കാര്യങ്ങൾ ദൈവവചനത്തെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റുപറയുമ്പോൾ ദൈവത്തെ ഏറ്റുപറയും ശ്രദ്ധിക്കണം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഈ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും പ്രൊക്ലെയിം ആൻഡ് പ്രൊഫസ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അക്നോളജ് ആൻഡ് അഡ്മിറ്റ്. നീ പ്രസംഗിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ അത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് ലീഗ ഈ ദൈവത്തെ ഏറ്റുപറയുന്നത്, ദൈവരാജ്യത്തെ ഏറ്റുപറയുന്ന രണ്ട് രീതിയിൽ: ഒന്ന് വായ് കൊണ്ടും, രണ്ട് ഹൃദയം കൊണ്ടും. ഒന്ന് വാക്കുകൾ കൊണ്ടും വേർഡ്സ്, രണ്ട് ആക്ഷൻസ് പ്രവർത്തികൾ കൊണ്ടും ആണ് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ദൈവത്തെ ഏറ്റുപറയുന്ന പ്രൊക്ലെയിം ദ ഗോസ്പൽ, ദൈവത്തെ ഏറ്റുപറയുന്നവർ, നാഥാ നിന്റെ രാജ്യത്തിൻ്റെ മഹിമാഗമനത്തിൽ നിന്നെ ഏറ്റുപറഞ്ഞ എന്നെ അവിടുന്ന് ഏൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചവനായിരിക്കണം, ഈ സുവിശേഷം പഠിപ്പിച്ചവനായിരിക്കണം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. വാത്സല്യമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവത്തെ ഏറ്റുപറയുന്നതിന് പ്രസംഗം വായികൊണ്ട് പ്രസംഗിക്കുന്നത് മാത്രമല്ല, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കും. ദൈവത്തെ ഏറ്റുപറയുന്ന ഏറ്റവും നല്ലത് ആരാധനയിലൂടെ സംബന്ധമാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത്. പ്രൊക്ലെയിം ദ ഗോസ്പൽ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ പ്രസംഗത്തിൽ മാത്രമല്ല, ഓരോ കുർബാനയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. WCCയുടെ ലോകത്തെ ഏറ്റവും വലിയ എക്യുമെനിക്കൽ പ്രസ്ഥാനം 1982 ലീമായിൽ, പെറുവിലെ ലീമായിൽ വെച്ച് കൂടിയപ്പോൾ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും, അതിൽ കത്തോലിക്ക സഭ ഉണ്ടായിരുന്നു, എല്ലാ ക്രൈസ്തവ സഭകളും ചേർന്ന് ഒരു ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചു. അതിന് വേദപഠിതാക്കൾ ബെം ഡോക്യുമെൻ്റ്, ബാപ്റ്റിസം, യുക്കാറിസ്റ്റ് ആൻഡ് മിനിസ്ട്രി, കുർബാന, അതുപോലെ മാമോദീസ, പട്ടത്വം തുടങ്ങിയ ആശയങ്ങളാണ്. അതിൽ അവരെങ്ങനെ പറയുന്നുണ്ട്: when you participate in the Eucharist, you proclaim the kingdom of God. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഓരോ അവസരവും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഖ്യാപനമാണ്. ഇതാ ക്രിസ്തു മരിച്ചിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ പ്രഖ്യാപനമാണ് ഓരോ കുർബാനയിലും. വാത്സല്യമുള്ളവരെ, ദൈവത്തെ ഏറ്റുപറയുന്നവർ, പ്രൊക്ലെയിം ദ വേർഡ്, ദൈവത്തെ പ്രസംഗിക്കേണ്ടവർ ആരാധനയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. ഓരോ കുർബാനയും ഈ സുവിശേഷ പ്രഖ്യാപനമാണ്. ഇത് ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഓരോ ഞായറാഴ്ചയും നമ്മുടെ വേദശാസ്ത്രം അനുസരിച്ച് ഉയർപ്പിൻ്റെ ഏറ്റുപറച്ചിലാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എവരി സൺഡേ ഇസ് എ സെലിബ്രേഷൻ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ലോർഡ്. എല്ലാ ആരാധനകളും എല്ലാ ഞായറാഴ്ചകളും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രഖ്യാപിക്കുന്നു, അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. സുറിയാനി സഭയിൽ ദൈവവചനം പ്രഖ്യാപിക്കുന്നത് പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, ഞാൻ പറഞ്ഞുവല്ലോ, ആരാധനയിലൂടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഓരോ അവസരങ്ങളും ദൈവരാജ്യത്തെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിന്ന് ബൈബിൾ സ്റ്റഡിയിലേക്ക് ആളുകൾ ഓടരുത്. ഇതാ ദൈവത്തെ പ്രഖ്യാപിക്കുന്നു, ദൈവത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ക്രിസ്തു മരിച്ചു, അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം. യു പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ്, നിയർനെസ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. യേശു ക്രിസ്തുവിൻ്റെ വരവ് സമീപസ്ഥമായി എന്ന് ഈ കുർബാനയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത് യേശു ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഹൃദയം കൊണ്ടാണ്. അത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. ഹൃദയം കൊണ്ട് എന്ന് പറയുമ്പോൾ, ഹൃദയം വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യൂ പെർസ്പെക്റ്റീവ് ആൻഡ് ന്യൂ പ്രിൻസിപ്പിൾ, ന്യൂ ലിവിങ് സ്റ്റൈൽ. പൗലോസിൻ്റെ ഭാഷയിൽ ഹാർട്ട് ഈസ് എ സീറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. പൗലോസ് അപ്പോസ്തലൻ ഹൃദയത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് മനുഷ്യൻ്റെ ഗൂഢമനുഷ്യൻ. ഒരു മനുഷ്യൻ ആരാണെന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ അറിയുള്ളൂ. ഹൃദയം അതൊരു തൻ്റെ ജീവിത ശൈലിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വായ് കൊണ്ട് ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ, ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുക, ആരാധന കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുക. രണ്ട്, പ്രാർത്ഥന കൊണ്ട്,
സുവിശേഷ പ്രഘോഷണങ്ങൾ കൊണ്ട്, 3 ദൈവത്തെ ഏറ്റു പറയുന്നത് ജീവിതം കൊണ്ടാണ്. അതൊത്തിരി ശ്രമകരമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും എനിക്ക് സാക്ഷികളായി തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് ഉപയോഗിക്കുന്ന പദം ദൈവത്തിന് സാക്ഷികളായി തീരുക. ഗ്രീക്ക് ഭാഷയിൽ മാർട്ടൂറിയ, ഇതിൽ നിന്ന് മാർട്ടിയേഴ്സ്, രക്തസാക്ഷികൾ എന്നുള്ള പദമുണ്ടാകുന്നത്. ആദിമസഭയിൽ ദൈവത്തെ ഏറ്റുപറയുന്നവർ ദൈവത്തിനു വേണ്ടി മരിക്കുന്നവരായിരുന്നു. സഭയുടെ ഉത്ഭവകാലത്ത് 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഒത്തിരി രക്തസാക്ഷികളുണ്ടായി. അന്നത്തെ അവരുടെ ചിന്താഗതി ദ ബെസ്റ്റ് പ്രീച്ചർ, ബെസ്റ്റ് ഗോസ്പൽ, ഏറ്റവും നല്ല സുവിശേഷകൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവനായിരുന്നു. ദൈവാനുഗ്രഹിച്ച സഭയുടെ ആ കാഴ്ചപ്പാടിന്ന് ഒത്തിരിയൊക്കെ മാറിയിട്ടുണ്ട്. 2, 3 നൂറ്റാണ്ടുകളിൽ അന്നത്തെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ. അവർ ക്രിസ്തുവിന് സഹോദരന്മാർ മരിപ്പാനായി മുൻപോട്ട് വെമ്പി ഓടി എന്ന് നാം വായിക്കുന്നുണ്ട്. അവർ ക്രിസ്തുവിനും വേണ്ടി മരിക്കുവാനായി മത്സരിച്ചു. അതായിരുന്നു അവരുടെ സുവിശേഷം. അന്ന് ആ സുവിശേഷം ഇന്നില്ല. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുന്നവരാണ് ഏറ്റവും വലിയ സുവിശേഷകരായിത്തീരുന്നത്. എന്നാൽ മറ്റത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. 2, 3, 4 നൂറ്റാണ്ടുകളിൽ സഭയിൽ ഒത്തിരി രക്തസാക്ഷികളുണ്ടായി. എന്തെന്നാൽ അവരുടെ സുവിശേഷം ക്രിസ്തുവിന് വേണ്ടി ജീവൻ വയ്ക്കുന്നതാണ്. ജീവിതം സാക്ഷിയായിത്തീരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, അവിടെ സുറിയാനിൽ സഹേദ് എന്ന് പറഞ്ഞ സാക്ഷീകരിക്കുക, അതിൽ നിന്നാണ് സഹദ എന്ന പദമുണ്ടാകുന്നത്. ക്രിസ്തുവിന് സാക്ഷിയാകുന്നവരാണ് സഹദയന്മാർ. വാത്സല്യമുള്ളവരെ, ഇന്ന് സഭ നിങ്ങളോട് മരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷൻ ഒരു മനുഷ്യനും വരില്ല. വാത്സല്യമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഈസിയാണ്. നമുക്ക് കുടുംബം ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ സാക്ഷീകരിക്കുന്ന പിതാക്കന്മാരെ മഹാനായ അലക്സാന്ദ്രിയയിലെ ക്ലിമീസ് പറയുന്ന ഫാമിലി ഈസ് എ ഫെയ്ത്ത് നർച്ചറിങ് കമ്മ്യൂണിറ്റി. വിശ്വാസം ദൈവത്തെ ഏറ്റു പറയുന്നതിന് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കുടുംബമാണ്. ദൈവത്തെ ഏറ്റു പറയുവാനായിട്ട് ഒത്തിരി മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ നമുക്ക് ഒത്തിരി സാധ്യതകൾ തുറന്നു വരുന്നു. വാട്സപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ കൺവെൻഷൻ്റെ ഒത്തിരി മെസ്സേജുകൾ പോകുന്നുണ്ട്. ഒത്തിരി പേര് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ന്യൂ മീഡിയ, സോഷ്യൽ മീഡിയകളെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. പ്രസംഗം പറയാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ആരാധന ചിലപ്പോൾ എല്ലാ നേരം സംബന്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന വിലയേറിയ മൊബൈല്, വാട്സപ്പുകൾ, ഫേസ്ബുക്കുകൾ, മറ്റെല്ലാ മീഡിയകളിലൂടെയും ഈ വചനം പ്രസംഗിക്കട്ടെ, ഈ വചനം പ്രഘോഷിക്കട്ടെ. ദൈവം തരുന്ന സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. നിർഭാഗ്യവശാൽ അത് മറ്റു രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പള്ളിയിൽ പോയപ്പോൾ ഒരു കൊച്ച്, അവനൊരു 5 വയസ്സേ കാണുള്ളൂ. അവൻ എന്നോട് ചോദിച്ചു, തിരുമേനി എന്നെ അറിയുമെന്ന്. ഞാൻ എൻ്റെ മോനെ എത്ര പിള്ളേരെ കാണുന്നു, നിന്നെ എങ്ങനെയാണ് അറിയും? അവൻ എന്നോട് പറയുക, ഞാൻ തിരുമേനിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാന്ന്. അവനൊക്കെ ഒരു 20 വയസ്സാകുമ്പോൾ ഫേസ്ബുക്ക് അടിച്ചു പോകാൻ സാധ്യതയുള്ളൂ. അവനെ എന്നോട് പറയുകയാണ്, തിരുമേനി ഞാൻ തിരുമേനിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എനിക്ക് തന്നെ അറിയില്ല എത്ര ഫ്രണ്ട് ഉണ്ടെന്ന്. അവൻ അത്രയും ചിന്തിച്ച് വളർന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ മീഡിയകൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ, ദൈവത്തെ പ്രഖ്യാപിക്കുവാൻ ഇന്ന് നമുക്കൊത്തിരി ലളിതമായ സാധ്യതകൾ ദൈവം തുറന്നു തന്നിരിക്കുന്നു. ദൈവം നമുക്ക് വെളിപ്പെട്ട് തരുന്ന സാധ്യതകളാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ പോസിറ്റീവ് ഉപയോഗിക്കുക. അഭിമം തിരുമേനി ഓർമ്മിച്ചല്ലോ, മാധ്യമങ്ങളിലൂടെ ചില എഴുതുന്ന ഭാഷകളൊക്കെ ഒത്തിരി നമുക്ക് സ്വീകാര്യമല്ലാത്ത ഭാഷകൾ, വ്യക്തിഹത്യകൾ, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ മോശമായിട്ട് എഴുതുന്നു. എന്തുകൊണ്ട് ഇത് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? അടുത്ത കാലത്ത് ഫേസ്ബുക്ക് കൊണ്ടുണ്ടായ ഒത്തിരി സെൽഫി നമ്മുടെ ഒരു വലിയ കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ സെൽഫി എടുക്കാൻ പോകും. ആനയുടെ കൂടെ സെൽഫി എടുത്ത് ആന പിടിച്ചു വന്നവരത്തിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചു. അല്ല, തിരുമേനിമാരുടെ കൂടെയൊക്കെ സെൽഫി എടുത്താൽ എത്ര നന്നായിരുന്നു. അവൻ്റെ ഒരു ആഗ്രഹം, ആനയുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. വില കൂടിയ മൊബൈലാണ്, വില കൂടിയ മൊബൈൽ. ആനയുടെ കൂടെ സെൽഫി എടുത്ത് ആദ്യത്തെ സെൽഫി ക്ലിയർ ആയില്ല. ആനയുടെ ഒന്നോടെ അടുപ്പിച്ച് നിർത്തി. ആനയ്ക്ക് ദേഷ്യം പിടിച്ചു. ഒരു സെൽഫി കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയ്ക്ക് ദേഷ്യം പിടിച്ചു. രണ്ടാമത് സെൽഫി ഇച്ചിരിയോടെ തുമ്പിക്കയോട് ചേർന്നു. അത് മൂന്നാമത് സെൽഫിക്ക് ആന അവനെ പിടിച്ചു. ആന പിടിച്ച് ആൾ മരിച്ചു. ആന അവനെ കൊന്നു. അവൻ്റെ സെൽഫ് തന്നെ പോയി. സെൽഫി എടുത്ത് സെൽഫ് പോയി.
കുറച്ചാൾ മുമ്പ് ബാംഗ്ലൂരിൽ ഓടുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ സെൽഫി എടുത്തു. അതും വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ. ഓടുന്ന വേറെ എന്തോരം നല്ല സ്ഥലങ്ങളുണ്ട്. ഓടുന്ന ട്രെയിനിന് മുമ്പിൽ 3 പേരും ട്രെയിൻ കംപ്ലീറ്റ് ക്ലിയർ ഔട്ട് ചെയ്തു. സെൽഫിയും പോയി ഫോണും പോയി, എല്ലാം പോയി. വാത്സല്യമുള്ളവർ, ഒത്തിരി ചെറുപ്പക്കാരിവിടെ വന്നിട്ടുണ്ടാകാം, ന്യൂ ജനറേഷനായ ഒത്തിരി ആളുകളുണ്ടാകാം. നിങ്ങളുടെ മാധ്യമങ്ങൾ പ്രൊക്ലെയിം ദ വേർഡ്, യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിന് ഉപയോഗിക്കുക. കുടുംബങ്ങൾ, ദൈവത്തെ ഏറ്റുപറയുന്ന കുടുംബം, ദൈവത്തിന് സാക്ഷിയാകുന്ന കുടുംബം, ദൈവത്തെ ഏറ്റുപറയുന്നതായ കുടുംബമായി ജീവിക്കുവാൻ, ദൈവത്തെ സാക്ഷീകരിക്കാൻ. പുതിയ നിയമത്തിലെ ഒരു കുടുംബം ഞാൻ പല വേദിയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. 2 തീമോത്തിയോസ് 1 അധ്യായം 5 വാക്യം. പുതിയ നിയമത്തിൽ ദൈവത്തിന് സാക്ഷിയായി ഏറ്റുപറഞ്ഞൊരു കുടുംബത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 തീമോത്തിയോസ് 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ വിശ്വാസം നിന്റെ വലിയമ്മയായ യുനീസിലും ലോവസിലും നിന്റെ അമ്മയായ യുനീസിലുമുണ്ട്, അത് നിന്നിലുമുണ്ട് എന്ന് ഉറച്ചിരിക്കുന്നു. വാത്സല്യമുള്ള വേദപഠിതാക്കൾ പറയുന്നത് ദ ബെസ്റ്റ് ഫാമിലി ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല കുടുംബം തീമോത്തിയോസിൻ്റെ കുടുംബം. അമ്മ, വലിയാമ്മ അവരിലൂടെ വിശ്വാസം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ ക്രിസ്തുവിനെ തീമോത്തിയോസ് കണ്ടു. അവരുടെ വിശ്വാസങ്ങളുണ്ട്. വാത്സല്യമുള്ളവർ, ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ മക്കളുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മക്കളിലേക്കുണ്ടാകട്ടെ. നിങ്ങൾ ഈ പന്തലിൽ വന്നപ്പോൾ നിങ്ങളുടെ മക്കൾ കൂടെ ഉണ്ടാകട്ടെ. അവർ നിങ്ങളുടെ വീട്ടിലുണ്ടായെങ്കിൽ, ദൂരദേശത്താണെങ്കിൽ വിദേശത്താണെങ്കിൽ സാധിക്കുകയില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങളോടുകൂടെ വരട്ടെ. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ, ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു കുടുംബമായി തീരുവാൻ, വായ്കൊണ്ട് പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, നമ്മുടെ കുടുംബം ദൈവരാജ്യത്തിനെ പ്രഖ്യാപിക്കുന്ന കുടുംബമായി സാക്ഷീകരിക്കുന്നതായി തീരട്ടെ. അതുകൊണ്ട് തീമോത്തിയോസ് ആധുനിക ലോകം കുടുംബങ്ങളെ കക്കുന്ന പിതാവായും മദ്യപിക്കുന്ന അമ്മയായും പ്രൊജക്റ്റ് ചെയ്യുകയും അത് പാടി ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. ഇതാ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലയോ തീമോത്തിയോസ്, നിന്റെ വിശ്വാസം നിന്റെ അമ്മയിലും നിന്റെ വലിയാമ്മയിലുമുണ്ട്. തീമോത്തിയോസിൻ്റെ അപ്പൻ മരിച്ചു പോയിരിക്കാം. ആ തീമോത്തിയോസിൻ്റെ പിതാവിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. വാത്സല്യമുള്ളവരെ, കുടുംബം ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ, മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായി തീരുവാൻ സാധിക്കട്ടെ. ജീവിതം നമുക്ക് സാക്ഷിയാക്കാൻ സാധിക്കട്ടെ. സ്വർഗരാജ്യം കിട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് 2 പേരും കൂടി സംസാരിച്ചു. വിവരമുള്ള ഒരുത്തം പറഞ്ഞു, മരിക്കണേ അന്ന് സന്തോഷമായിട്ട് പാപം ചെയ്യാതെ മരിക്കണ ദിവസം, ലാസ്റ്റ് ദിവസം, അതുവരെ മാക്സിമം എന്ത് പാപം. അപ്പം മറ്റേ ആൾ ചോദിച്ചു, മരിക്കണ എന്നാ നിനക്ക് അറിയോടാന്ന് ചോദിച്ചു. മരിക്കണ ദിവസം നോക്കി നിൽക്കാനായിട്ട്. അന്നേരം മറ്റേ ആൾ പറഞ്ഞു, എല്ലാ ദിവസവും നന്നായിട്ട് ജീവിക്കുക. മരണം എപ്പോൾ വരുമെന്നറിയാത്തത് കൊണ്ട് എല്ലാ ദിവസവും നന്നായി ജീവിക്കുന്നവർ ദൈവത്തിന് സാക്ഷികളാവും. ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. ദൈവത്തെ ഏറ്റുപറയുന്നവർ, ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവർ, നമുക്ക് കിട്ടിയ ആയുസ്, നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, കുർബാനയിലൂടെ, സുവിശേഷ പ്രസംഗങ്ങളിലൂടെ, വാക്കുകളിലൂടെ, മീഡിയകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, കുടുംബത്തിൽ നല്ല മാതാപിതാക്കളായി ജീവിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 2ാമത്തെ പ്രഖ്യാപനം നമ്മൾ കാണുന്നത് വിശുദ്ധ ആരാധനയിൽ 2ാമത്തെ ഗീതം, ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം. കാദീശന്മാർ ജീവനും രാജ്യത്തിനും അവകാശക്കാർ, മശിഹായെ സ്നേഹിച്ചോരെ ദിനയോഗ്യന്മാരാ ഭാഗ്യം. 2ാമത് ദൈവരാജ്യം അന്വേഷിക്കുന്നവർ ഇങ്ങനെയുള്ളവരാണ്. മശിഹായെ സ്നേഹിക്കുന്നവർ. ഈ ലോകത്ത്, ഈ ആയുസ്സിൽ, നമുക്ക് നൽകിയ ആയുസ്സിൽ മശിഹായെ സ്നേഹിക്കുന്നവരാണ് ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരുന്നത്. ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവർ മശിഹായെ സ്നേഹിക്കട്ടെ. ഇതാണ് ആ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക്, പിതാക്കന്മാർ അങ്ങനെ പറയുന്നുണ്ട്.
രക്തസാക്ഷികൾക്ക്, സഹതന്മാർക്ക്, വിശുദ്ധന്മാർക്ക് ദൈവരാജ്യം നേരത്തെ ഒരുക്കി. അവർ നേരത്തെ അവർക്ക് നൽകിയിരിക്കുന്ന, അവർക്ക് ഉറപ്പ്, ജീവിച്ചിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അഷുറൻസ് അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പിതാക്കന്മാർ പറയുന്നു. വാത്സല്യമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് അന്വേഷിക്കുന്നവർ ദൈവസ്നേഹം, അതിന് ഏറ്റവും മോഡലാണ് വിശുദ്ധന്മാർ. നമ്മുടെ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ കൊണ്ടാടുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, ദൈവരാജ്യം ലഭിച്ചവരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളെങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിച്ചു അതുപോലെ ഞങ്ങളും സ്നേഹിക്കാനിടയാകട്ടെ. അതിനാണ് വിശുദ്ധന്മാരെ ഓർക്കുന്നത്. അവർക്ക് ദൈവരാജ്യം ഉറപ്പായി. ഈ ലോകത്ത് ദൈവരാജ്യത്തിൻ്റെ ടിക്കറ്റ് കിട്ടിയവർ അവരാണ്. അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കുറപ്പായ ടിക്കറ്റ് അത് കിട്ടുമ്പോൾ, കർത്താവേ നീ ഞങ്ങളെ സ്വീകരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20:32 നിങ്ങൾ വിശുദ്ധന്മാരോടുകൂടെ ഓഹരി പ്രാപിക്കും. ഈ വിശുദ്ധന്മാരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ടിക്കറ്റ് കിട്ടിയവരാണ്. വാത്സല്യമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ ടിക്കറ്റ് കിട്ടാൻ ഒറ്റ കാര്യമുള്ളൂ, വിശുദ്ധന്മാരെ നോക്കുക. അവർ ചെയ്തതെന്താണ്? മശിഹായെ സ്നേഹിച്ചത് കൊണ്ട് അതിന് അവർ യോഗ്യരായി. ദൈവത്തെ എല്ലാത്തിലും ഉപരിയായിട്ട് സ്നേഹിക്കാൻ സാധിക്കുക. 1 യോഹന്നാൻ 4:19 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ദൈവം പാപിയായിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ ആവശ്യപ്പെടാതെ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ഇല്ലാതിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ ആ പാട്ട് പാടുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. ആ പാട്ടിങ്ങനെയാണ്: നീ കണ്ടെന്നെ ഞാനില്ലായ്കേ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. ആ പാട്ട് പാടുമ്പോൾ കണ്ണിൽ വെള്ളം നിറയും. നീ എന്നെ കണ്ടു, ഞാനില്ലാത്തപ്പോ നീ എന്നെ കണ്ടു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ പിണ്ഡാകാരമായിരിക്കുമ്പോൾ, ഞാൻ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നീ എന്നെ കണ്ടു, നീ എന്നെ സ്നേഹിച്ചു. കർത്താവേ, ഞാൻ ജനിച്ചു, എന്നെ പ്രസവിച്ചു, ഞാൻ മനുഷ്യനായി ലോകത്തിൽ പിറന്നു, ഞാനുള്ളപ്പോൾ നീ എന്നെ കൈവിടരുതേ. വാത്സല്യമുള്ളവരെ, ദൈവം നമ്മെ എത്രയധികമായി സ്നേഹിക്കുന്നു. ജനിക്കുന്നതിന് മുമ്പ്, ഉരുവാവുന്നതിന് മുമ്പ് അവൻ നീ കണ്ടെന്നെ ഞാനില്ലായ്കെ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. മരിച്ചയാൾ പ്രാർത്ഥിക്കുന്നതാണ്, മരിച്ചയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാവണമെന്ന് കണ്ടല്ലോ, ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ വിസ്മരിക്കരുത്. എന്നെ ഉണ്ടാകുന്നതിന് മുമ്പ് കർത്താവ് നമ്മെ നാം ആവശ്യപ്പെടാതെ കരുതുന്ന ദൈവം. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കാം, നിങ്ങൾ ചിന്തിക്കാതായിരിക്കാം. ദൈവസ്നേഹം നമ്മളിലൂടെ വളർന്നു വരുന്നു. ഒത്തിരി സാധ്യതകൾ ദൈവം തന്നിട്ടുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾ അറിയിക്കാത്തതായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കാത്തതായിരിക്കാം. അതുകൊണ്ട് ദൈവത്തെ ഏറ്റവും കൂടുതൽ അധികം സ്നേഹിക്കുന്നവരാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ നിലങ്ങളെയോ പുരയിടങ്ങളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. വാത്സല്യമുള്ളവരെ, ഈ പന്തലിരിക്കുമ്പോൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുവാനായി തീരുമാനിച്ച് കടന്നു വന്ന ദൈവജനമേ, ഇതാ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവർ എല്ലാത്തിലുപരിയായി ഖദീശന്മാരെ പോലെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. മനസ്സിൽ നിന്ന് വിഗ്രഹങ്ങളെ ഉടച്ചു കളയുക. ദൈവത്തിന് അധികമായിട്ട് സ്നേഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായിരിക്കാം, പലതിനെയും സ്നേഹിക്കുന്നവരാ. പണത്തെ, സൗന്ദര്യത്തെ, സമ്പത്തെ, മറ്റ് പലതിനെയും സ്നേഹിക്കുന്നവരുണ്ടാകാം. അതെല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കട്ടെ.